യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. സുഭാഷിതം. സമാധാനമില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുന്നു. അവൻ വന്ന ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ആൻഡ് ഹി കെയിം ആൻഡ് പ്രീച്ച്ഡ് പീസ് ടു യു ഹൂ വെയർ അഫാർ ഓഫ് ആൻഡ് ടു ദോസ് ഹൂ വെയർ നിയർ. ദൈവത്തിന്റെ പ്രത്യേക നിയോഗപ്രകാരം വേദപുസ്തകത്തിലെ ഓരോ പുസ്തകത്തിൽ നിന്നും, സങ്കീർത്തന പുസ്തകങ്ങൾ മുതൽ ഓരോ അധ്യായത്തിൽ നിന്നും ദൈവം തരുന്ന ആലോചനകളാണ് ദിനംതോറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജുകൾ. അങ്ങനെ ഇന്ന് എഫെസ്യർ 2-ാം അധ്യായത്തിലെത്തിയിരിക്കുന്നു. അതിന്റെ 17-ാം വാക്യമാണ് വായിച്ചത്. അവൻ വന്നു എന്ന് തുടങ്ങുന്ന ഈ വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എഫെസ്യർ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ കരുണാസമ്പന്നനായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് പ്രസാദം തോന്നി. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരുടെ പുതിയതും പഴയതുമായ അനുഭവങ്ങൾ ഈ അധ്യായത്തിൽ ഉടനീളം ദർശിക്കാം. നാം ഒരിക്കൽ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു, അതേ ദൂരത്തായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതിക്കും സാത്താന്യ വ്യാപാരത്തിനും അടിമപ്പെട്ട് ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്ത് സമാധാനമില്ലാതെ ദൂരത്തായി ജീവിച്ചു വന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൂരത്തായിരുന്ന നാം സുവിശേഷമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും സമാധാനം പ്രാപിക്കുവാനും ദൈവം കൃപ ചെയ്തു. 13-ാം വാക്യം വായിക്കുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. സമീപസ്ഥരായിരുന്നവരോട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ കുറിച്ചാകുന്നു. യഹൂദന്മാരോടും വിജാതീയരോടും സുവിശേഷം അറിയിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 26-23 ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ അന്നത്തെ യഹൂദന്മാർ വളരെ ചുരുക്കം പേരൊഴികെ ആരും യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല. എന്നാൽ വീണ്ടും 18-ാം വാക്യം വായിക്കുന്നത്, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഈ സമാധാനം ഇരുപക്ഷക്കാരെയും ഒന്നാക്കുന്ന സമാധാനമാകുന്നു. ഇവിടെ സമാധാനം എന്ന വാക്ക് ദൈവവുമായുള്ള അനുരഞ്ജനത്തെ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് ഒന്നായി ചേരുവാനും സമാധാനം പ്രാപിക്കുവാനും സാധിക്കും. റോമർ 5:1 എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പുനരുത്ഥാനത്തിന് ശേഷം ഭയപ്പെട്ടിരുന്ന തന്റെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷെ വളരെ പ്രതിസന്ധിയിലും ഭയപ്പാടിലും ജീവിക്കുകയായിരിക്കാം. വിശ്വസിക്കൂ, യേശു നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. അതെ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്.
ഈ സമാധാനം ഉള്ളിൽ സ്വീകരിക്കൂ, സമാധാനമായി ജീവിക്കൂ. ഗോഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. ക്രിസ്തുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാ